ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ SSC മലയാളി യൂട്യൂബ് ചാനലിൽ കുറച്ചധികം ഫ്രീ വീഡിയോസ് അവൈലബിൾ ആണ്. അതിൽ ഒരു 5ഓളം ഷോർട്ട് ട്രിക്ക് വീഡിയോസും നിലവിലുണ്ട്. അപ്പം ഒരു പുതിയ 6ാമത്തെ ഒരു ഷോർട്ട് ട്രിക്ക് വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പം നമുക്കത് എന്താ നോക്കാം. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പലതവണ പല രീതിയിൽ SSCയുടെ പല എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പം പലപ്പോഴും ഇത് പല ആളുകളും ചെയ്ത് കണ്ടിട്ടുള്ളത് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിൽ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അതല്ലാതെ നമുക്കിത് എങ്ങനെ ഷോർട്ടായിട്ട് അപ്രോച്ച് ചെയ്യാം, എങ്ങനെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: there were 46 students in a boys hostel. Due to the admission of 8 new students, the expenses of the hostel mess were increased by Rs 42 per day, while the average expenditure per head diminished by Rs 1. വാട്ട് വാസ് ദി ഒറിജിനൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഹോസ്റ്റൽ മെസ് എന്നുള്ളതാണ്. അത് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിലവിൽ ഉണ്ടായിരുന്ന ഒരു സെറ്റ് ഓഫ് ബോയ്സ് നമ്മളൊരു ഹോസ്റ്റലുണ്ട്. അതിൽ കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് ബോയ്സും കൂടെ വന്നു. ദെൻ ആ സമയത്ത് എന്ത് ചെയ്തു, നമ്മുടെ ആവറേജ് എക്സ്പെൻസ് കുറഞ്ഞു. ഇത് നമ്മുടെ പൊതുവേ എല്ലാവർക്കും കോമൺ സെൻസ് ആണ് അല്ലേ. കുറച്ചധികം പിള്ളേരും കൂടെ വരുമ്പോൾ എന്ത് ചെയ്യും, ഡെയിലി ഇവർക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ കുറയും. അതൊരു കോമൺ സെൻസ് ആണ്. അപ്പം ചോദിച്ചിട്ടുള്ള എന്താണ്, വാട്ട് ഈസ് ദ ഒറിജിനൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഹോസ്റ്റൽ മെസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇതിൻ്റെ കോൺസെപ്റ്റ് വൈസ് ആണ്. ആദ്യം ഞാൻ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പറയാം. കോൺസെപ്റ്റ് വൈസ് നമ്മൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാമെന്ന് പറയാം. അതിനുശേഷം ഒരു ഈസി അപ്രോച്ച്, ഒരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്, ചെറിയൊരു ഇക്വേഷൻ. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം കോൺസെപ്റ്റ് നമുക്ക് ആദ്യം പറയാം. എന്താണിത്? ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക്. 46 സ്റ്റുഡൻസ് ഓൾറെഡി നമ്മുടെ ഹോസ്റ്റലുണ്ട്. 8 സ്റ്റുഡൻസ് കൂടെ എക്സ്ട്രാ വരികയാണ്. പക്ഷേ ഈ 8 പിള്ളേർ വരുന്ന സമയത്ത് ഡെയിലി 42 രൂപയാണ് അല്ലേ ആവറേജ് എക്സ്പെൻഡിച്ചർ പെർ ഹെഡ് ഡിമിനിഷ്ഡ് ബൈ Rs 1. പക്ഷേ ഹോസ്റ്റൽ മെസ് വെയർ ഇൻക്രീസ്ഡ് ബൈ Rs 42 അല്ലേ. അപ്പോൾ ഈ 42 പെർ ഡേ ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ 42 ഇവർ കൊണ്ടുവന്ന 42 രൂപ എന്തും തികയണില്ല, നമ്മുടെ ആവറേജ് എത്താൻ തികയണില്ല എന്നതിൻ്റെ അർത്ഥം. കാരണം എന്താണ്, 42 രൂപ കൊണ്ടുവന്നിട്ടും ആവറേജ് എക്സ്പെൻഡിച്ചർ Rs 1 രൂപ വെച്ചിട്ട് എന്ത് ചെയ്തു, കുറയാണ് ചെയ്തത്. സോ ആവറേജ് എത്താൻ ഇവർ നിലവിലുണ്ടായിരുന്ന 46 പിള്ളേരിൽ നിന്നും എന്ത് ചെയ്യാണ്, ഈ 42 എന്നുള്ള സമ്മിലേക്ക് ആഡ് ചെയ്യണം അല്ലേ. 42 നമ്മുടെ ഈ ആവറേജ് മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 46 നിന്നും ഈ പറഞ്ഞ 1 രൂപ വെച്ചിട്ട് 46 പേരുടെ എമൗണ്ടിൽ നിന്നും ഓരോ ആളെ കയ്യിൽ നിന്നും 1 രൂപ വെച്ചിട്ട് അല്ലേ. ആവറേജിൻ്റെ കോൺസെപ്റ്റ് അങ്ങനെയാണല്ലോ. അപ്പം ഓരോ ആളെ കയ്യിൽ നിന്നും നമ്മൾ ഓരോ രൂപ വെച്ചിട്ട് എടുക്കുകയാണ് അല്ലേ. സോ 42 ഓൾറെഡി ഉണ്ട്. ഈ 42 എന്തിനു തികയണില്ല, നമ്മുടെ ആവറേജ് മീറ്റ് ചെയ്യാൻ നമുക്ക് തികയാത്തൊരു എമൗണ്ടാണ്. സോ ആവറേജ് മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 46 പിള്ളേരിൽ നിന്നും ഓരോ രൂപ വെച്ചിട്ട് എടുത്തിട്ട് അല്ലേ. സോ 46 × 1 എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയാണ്, 46 + 42 എത്രയാണ്, 88. ഈ 88 എന്താണ്, ഇപ്പം ആവറേജ് മീറ്റ് ചെയ്തു അല്ലേ, പുതിയൊരു ആവറേജ് മീറ്റ് ചെയ്തു. ഇത് ഈ 88 എന്നുള്ള സമ്മ് ആരുടേതാണ്, 8 ന്യൂ സ്റ്റുഡൻസ് അല്ലേ, പുതിയതായിട്ട് വന്ന 8 ന്യൂ സ്റ്റുഡൻസിൻ്റെ ആണ്. സോ 8 ഡിവൈഡ് ബൈ 8 കൊടുക്കുമ്പോൾ 11. ഈ 11 എന്താണ്, ന്യൂ ആവറേജ് എന്നുള്ളതാണല്ലോ. ക്ലിയർ ആണല്ലോ അത് അല്ലേ. നമുക്ക് ആവറേജ് എത്താൻ തികയാത്തൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം പഴയ ഇതിനേക്കാളും കൂടുതൽ എമൗണ്ട് ഉള്ള കുറച്ച് പിള്ളേർ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നും കുറച്ച് ഓരോ രൂപ വെച്ചിട്ട് 46 പിള്ളേരിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആവറേജ് മീറ്റ് ചെയ്തു. സോ ന്യൂ ആവറേജ് എന്ന് പറഞ്ഞാൽ 11 രൂപയാണ്. ഇനി ഈ 11 ആണെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താണ്, വാട്ട് ഈസ് ദ ഒറിജിനൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. ഒറിജിനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ 8 പിള്ളേർ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒറിജിനൽ എക്സ്പെൻഡിച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ 11 എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ രൂപ വെച്ചിട്ട് 46 പിള്ളേരെ കയ്യിൽ നിന്നും ഓരോ രൂപ വെച്ച് എടുത്തതിന് ശേഷമുള്ള ആവറേജ് ആണ്. സോ പഴയ ആവറേജ് എന്തായിരിക്കും, 11 + 1 ആയിരിക്കും അല്ലേ. ഈ 12 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഓൾഡ് ആവറേജ് ആണ്. ഓൾഡ് ആവറേജ് 11 ആണെങ്കിൽ നമുക്കറിയാം ഓൾഡ് എക്സ്പെൻസ് ഞാൻ ചോദിച്ചിട്ടുള്ള എന്താണ്, ഓൾഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഒറിജിനൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 12 × ഓൾഡ് എന്ന് പറയുമ്പോൾ മുമ്പ് ആദ്യത്തെ കേസിലുണ്ടായിരുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്, 46. 12 × 46 എന്ന് പറയുമ്പോൾ എന്താണ്, 460ഉം 92ഉം 552 അല്ലേ, ഓപ്ഷൻ ഡി. ഈ രീതിയിലാണ് കോൺസെപ്റ്റ് വൈസ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി ഞാനിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത്, കോൺസെപ്റ്റ് നിങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ പലപ്പോഴും ഈ കോൺസെപ്റ്റുകളൊക്കെ എന്ത് ചെയ്യും, ചില സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് എക്സാം ഹാളിൽ ചെറിയ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പം
ആ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. അതല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കൺവെൻഷണൽ മെത്തേഡ് നമ്മൾ ചെയ്തു പോകും. അപ്പം ഇതല്ലാതെ നമുക്ക് ഒരു പുതിയൊരു ഇക്വേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ ഇക്വേഷൻ വെച്ച് നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ എന്താണ്? ഓൾഡ് ആവറേജ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ്ഡ് എമൗണ്ട് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് into decreased amount. All divided by increased number of സ്റ്റുഡൻസ്. ഓക്കെ, ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇതിലെ ടേംസ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ 3-4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതോടുകൂടി എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ നിങ്ങളെ മൈൻഡിലവിടെ സെറ്റ് ആയിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇൻക്രീസ്ഡ് എമൗണ്ട് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇൻക്രീസ്ഡ് എമൗണ്ട് പറയുമ്പം ഇവർ വന്നതിന് ശേഷം 8 പിള്ളേർ വന്നതിന് ശേഷം ഉള്ള എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവർ വന്ന സമയത്ത് 42 രൂപയും കൊണ്ടാണ് വന്നത് അല്ലേ? സോ ഇൻക്രീസ്ഡ് എമൗണ്ട് എന്താണ്? 42 പ്ലസ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സെറ്റ് ഓഫ് സ്റ്റുഡൻസ് പ്ലസ് അഡീഷണൽ ആയിട്ട് വന്ന സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 46 പ്ലസ് 8 അല്ലേ? 46 പ്ലസ് 8 എന്താണ്? 54 ഇൻറ്റു ഡിക്രീസ്ഡ് എമൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഓരോ രൂപ വെച്ചിട്ട് കുറഞ്ഞു അല്ലേ? 54 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. എന്താ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 8 പിള്ളേരാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത്, 8. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? 42 പ്ലസ് 54 എന്ന് പറയുമ്പോൾ 96 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ 12 ആണ് എന്ത്? ഓൾഡ് ആവറേജ് എന്ന് പറയുന്നത് അല്ലേ? ഓൾഡ് ആവറേജ് 12 ആണ്. ചോദിച്ചിട്ടുള്ള എന്താണ്? ഒറിജിനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഓൾഡ് എക്സ്പെൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓൾഡ് ആവറേജ് 12 ആണെങ്കിൽ ഒറിജിനൽ എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും? 12 ഇൻറ്റു നിലവിലുണ്ടായിരുന്നത് 46 പിള്ളേരാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആൻസർ എന്തായിരിക്കും? 46 460 പ്ലസ് 92 എന്ന് പറയുമ്പോൾ എന്താണ്? 552. ഈ ഒരു ഇക്വേഷൻ മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? ഇത്ര മാത്രമേ ഉള്ളൂ. ഇൻക്രീസ്ഡ് എമൗണ്ട് പ്ലസ് എന്ന് പറയുമ്പോൾ കുറച്ച് പിള്ളേർ വന്നു, അപ്പം അവർ കൊണ്ടുവന്ന എമൗണ്ട് ഇൻക്രീസ്ഡ് എമൗണ്ട് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പറയുമ്പോൾ മുമ്പുള്ളതും പ്ലസ് പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസും കൂടെ ആഡ് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു ഡിക്രീസ്ഡ് എമൗണ്ട് എന്താണ്? ഡിക്രീസ്ഡ് എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവർ വന്നതിന് ശേഷം ഈ പറഞ്ഞ ഡിക്രീസ്ഡ് ആവറേജ് ആണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡിക്രീസ്ഡ് ആവറേജ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ എന്താണ്? 1 രൂപയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവർ വന്നതിന് ശേഷം ആവറേജ് കുറഞ്ഞിട്ടുള്ളത്. സോ ഡിക്രീസ്ഡ് ആവറേജ് എന്ന് പറയുമ്പോൾ 1 രൂപ ഡിവൈഡഡ് ബൈ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, അതായത് പുതിയതായിട്ട് വന്നിട്ടുള്ള ന്യൂ കമേഴ്സ് എത്രയാണ്, അവരുടെ എണ്ണമാണ് എന്ത്? നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന 8 എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഇതാണ് എന്ത്? ഈ 12 എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഓൾഡ് ആവറേജ് ആണ്. ഓക്കെ, ഇതെന്താണ്? ഓൾഡ് ആവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്നത് എന്താണ്? ഈ പറഞ്ഞ, അതായത് ഓൾഡ് ആവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പുണ്ടായിരുന്ന, അതായത് ഈ പറഞ്ഞ 8 പിള്ളേർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ആവറേജ്. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 1 രൂപയും കൂടെ കുറഞ്ഞത്. ഇപ്പം നിങ്ങളോട് ചോദിച്ചു, നമുക്ക് ഈ ഇക്വേഷൻ പ്രകാരം കിട്ടുന്ന എന്താണ്? 12 എന്ന് പറയുന്നത് എന്താണ്? ഓൾഡ് ആവറേജ് ആണ്. ഇനിയിപ്പം ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒറിജിനൽ എക്സ്പെൻഡിച്ചർ ആണ് എന്ന് പറയുമ്പോൾ ഓൾഡ് എക്സ്പെൻസ് ആണ്. ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് പുതിയ എക്സ്പെൻസ് ആണെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓൾഡ് ആവറേജ് നമുക്ക് കിട്ടി 12 മൈനസ് 1 എന്ന് പറയുമ്പോൾ 11 ഇൻറ്റു പുതിയതായിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നിലവിലുണ്ടായിരുന്ന 46 പ്ലസ് പുതിയതായിട്ട് വന്ന 8 എന്ന് പറയുമ്പോൾ 54. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊന്ന് നമുക്ക് നമ്മൾ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം. ഇവിടെ ഞാനിനി ഈ ക്വസ്റ്റ്യൻ എന്ത് പറയുന്നില്ല, നമ്മളെ നേരത്തെ പറഞ്ഞു വെച്ച നമ്മുടെ കോൺസെപ്റ്റ് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ ഇക്വേഷൻ മാത്രം എന്ത് ചെയ്യാം, നമുക്കൊന്ന് പറഞ്ഞിട്ട് പോവാം. എന്താണ് ഓൾഡ് ആവറേജ് അല്ലേ? ഓൾഡ് ആവറേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
ഇവിടെ നോക്ക് എത്രയാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്? RS 30 ആണ് അല്ലേ? സോ 30 പ്ലസ് ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ് നിലവിലുണ്ടായിരുന്നത് 42, 13 കൂടെ എക്സ്ട്രാ വന്നു എന്ന് പറയുമ്പോൾ എത്രയായി? 42 + 13 55 ഇൻറ്റു ഡിക്രീസ്ഡ് ആവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഡിമിനിഷ്ഡ് ബൈ RS 3 എന്നാണ് ക്വസ്റ്റ്യനിൽ. സോ ഡിക്രീസ്ഡ് ആവറേജ് എത്രയായിരിക്കും? 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അതല്ല, ഇവിടെ എന്താ വേണ്ടത്? നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 13 അല്ലേ? എപ്പോഴും ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. ടോട്ടൽ സ്റ്റുഡൻസ് എന്നുള്ളത് നമ്മൾ മുകളിലാണ് എടുക്കുന്നത്, താഴെ പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി 165 + 30 എന്ന് പറയുമ്പോൾ എന്താണ്? 195. 195/13 എന്ന് പറയുമ്പോൾ എന്താണ്? 15. ഇതെന്താണ്? 15 എന്ന് പറഞ്ഞാൽ ഓൾഡ് ആവറേജ് ആണ് എന്ന് പറയുമ്പോൾ പഴയ ആവറേജ്. ഇനി ചോദിച്ചിട്ടുള്ള എന്താണ്? ഓൾഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഒറിജിനൽ എക്സ്പെൻസ് ആണ്. സോ നമുക്ക് ഇത് ചെയ്താൽ മതി. ഒറിജിനൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു ആ സമയത്തുണ്ടായിരുന്ന പണ്ടുണ്ടായിരുന്ന 42 സ്റ്റുഡൻസ് ആണുള്ളത് അല്ലേ? 15 × 42 പറയുമ്പോൾ 420 + 210 എന്തായിരിക്കും ആൻസർ? 630. ഓപ്ഷൻ എ അല്ലേ? അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് കണ്ടാൽ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ മാത്രം ഓർത്തിരിക്കുക. ജസ്റ്റ് വാല്യൂ പുട്ടിങ് വളരെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഇതെന്താണ്? there are 50 students in a hostel. Now the number of students got increased by 8 അല്ലേ? Due to the expense of the mess increased by RS 30. Then old average എന്തായിരിക്കും? ഓൾഡ് ആവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അറിയാം? 30 പ്ലസ് ഇനി പുതിയതായിട്ട് വന്നിട്ടുള്ളത് 8, നിലവിലുണ്ടായിരുന്നത് 50, ടോട്ടൽ 58. ആവറേജ് എത്ര കുറഞ്ഞു? ആവറേജ് എക്സ്പെൻഡിച്ചർ ഡിക്രീസ്ഡ് ബൈ RS 2 അല്ലേ? ദെൻ ഡിവൈഡഡ് ബൈ നമുക്ക് എന്താ വേണ്ടത്? പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഇൻക്രീസ്ഡ് ബൈ 8 ആണ്. സോ ഇവിടെ എന്ത് വരും? 30 + 58 × 2 എന്ന് പറയുമ്പോൾ 116 അല്ലേ? 116 + 30 എന്ന് പറയുമ്പോൾ 146. 146/8 എന്ന് പറയുമ്പോൾ എന്ത് വരും? 8 ഇവിടെ 1 ബാക്കി 66 8. ദെൻ ബാക്കി 2/8 എന്ന് പറയുമ്പോൾ 2/8 എന്ന് പറയുമ്പോൾ 0.25 അല്ലേ? 18.25 ആണ് എന്ത്? ഓൾഡ് ആവറേജ്. ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫൈൻഡ് ഇവിടെയും ഒറിജിനൽ എക്സ്പെൻഡിച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഓൾഡ് സമ്മ് ഓൾഡ് എക്സ്പെൻഡിച്ചർ വരുമ്പോൾ എന്താണ്? 18.25 ഇൻറ്റു ആ സമയത്തുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 50. എന്തായിരിക്കും ആൻസർ? 18.25 ഇൻറ്റു 50. 18 × 50 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ അറിയാം? 18 90. സോ 90 അല്ലേ? 900 പ്ലസ് എന്ന് പറയുമ്പോൾ 900 പ്ലസ് എന്ത് വരും? 50 × 0.25 എന്ന് പറയുമ്പോൾ ഒരു 125, അതായത് 12.5 കൂടെ എക്സ്ട്രാ വരും എന്ന് പറയുമ്പോൾ 900 ഇവിടെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലേ? ഓപ്ഷൻ ബി മാത്രം. സോ 912.5 ആണ് എന്ത്? ആൻസർ ആണല്ലോ? അതായത് ഇവിടെ നമുക്ക് കോൺസെപ്റ്റോ ഇത്തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ കോൺസെപ്റ്റ് ഒന്നും ചിന്തിക്കാൻ പോകണ്ട. ആവറേജ് നമുക്ക് പലപ്പോഴും ഡീവിയേഷനൊക്കെ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം ആ ഇതിൻ്റെ കോൺസെപ്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പലപ്പോഴും അത് ചിന്തിച്ച് സമയം കളയരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നമുക്ക് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെക്കുക, ഡയറക്റ്റ് ആൻസർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ദെൻ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്താണ്? 35 പേഴ്സൺസ് നിലവിലുണ്ടായിരുന്നു 35 ആണ്. 7 ന്യൂ സ്റ്റുഡൻസ് വന്നു. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻക്രീസ്ഡ് ബൈ RS 42 അല്ലേ? അപ്പം ഓൾഡ് ആവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? 42 പ്ലസ് എന്താണ്? 35 പിന്നെ 7 എന്ന് പറയുമ്പോൾ 42 ആളുകളുണ്ടാവും. ഇപ്പോൾ ഇനി RS 1 വെച്ചിട്ട് എന്ത് ചെയ്തു? ആവറേജ് ഡിക്രീസ് ചെയ്തു. സോ ഡിക്രീസ്ഡ് ആവറേജ് എന്ന് പറയുമ്പോൾ RS 1 ആണ് അല്ലേ? ഇനി എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് പുതിയതായിട്ട് വന്നിരിക്കുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 7 അല്ലേ? അപ്പോൾ 42 + 42 × 1 ഡിവൈഡഡ് ബൈ 6. ഈ 7 എന്ത് ചെയ്യും? ഇവിടെ 6 പോകും, ഇവിടെയും 6 പോകും. ടോട്ടൽ എന്തായിരിക്കും? ആവറേജ് എന്ന് പറയുമ്പോൾ 12 ആണ് അല്ലേ? ഓൾഡ് ആവറേജ് നമുക്ക് കിട്ടിയ എന്താണ്? 12 ആണല്ലോ? ഇനി ഓൾഡ് ആവറേജ് ചോദിച്ചിട്ടുള്ള എന്താണ്? ന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇതുവരെ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഓൾഡ് എക്സ്പെൻഡിച്ചർ ആയിരുന്നു അല്ലേ? ഓൾഡ് എക്സ്പെൻസ്. ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് ന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ ഓൾഡ് എക്സ്പെൻഡിച്ചർ ഓൾഡ് ആവറേജ് 12 നമ്മളോട് പറഞ്ഞു. RS 1 വെച്ചിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു ആണല്ലോ? സോ ന്യൂ ആവറേജ് എന്തായിരിക്കും? ന്യൂ ആവറേജ് എന്ന് പറയുമ്പോൾ 12 - 1 എന്ന് പറയുമ്പോൾ എന്താണ്? 11. ഇനി ഈ 11 ഉള്ള സമയത്ത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്താണ്?
35 പ്ലസ് 7 എന്ന് പറയുമ്പോൾ 42 അല്ലേ. സോ ന്യൂ എക്സ്പെൻസ് എന്താണ് 11 ഇൻറ്റു ആ സമയത്തുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് പറയുമ്പോൾ 35 പ്ലസ് 7 42 അല്ലേ എന്ന് പറയുമ്പോൾ എന്താണ് 462 അല്ലേ. ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം ഓൾഡ് എക്സ്പെൻഡിച്ചർ കാണുന്നതും പറഞ്ഞു, ന്യൂ എക്സ്പെൻസ് കാണുന്നതും പറഞ്ഞു, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഓൾഡും ന്യൂവും ആവറേജുകളും കാണുന്ന രീതി പറഞ്ഞു. ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ ആദ്യം നമ്മൾ പറഞ്ഞു ഇതിൻ്റെ എക്സ്പെൻസ് ഇതിൻ്റെ കറക്റ്റ് കോൺസെപ്റ്റ് വൈസ് നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ അതിൻ്റെ ഷോർട്ട് ട്രിക്കും പറഞ്ഞു. ഈ ഷോർട്ട് ട്രിക്കുകളും ഇതിൻ്റെ ഒറിജിനൽ കോൺസെപ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്തിരിക്കുക. ഈ പറഞ്ഞ കോൺസെപ്റ്റ് പലപ്പോഴും നിങ്ങൾക്ക് എന്തുണ്ടാവും, ചെറിയ ഡൗട്ട് ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് പുതിയൊരു ഷോർട്ട് ഈ പറഞ്ഞ ഒരു ഇക്വേഷനും കൂടെ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, ഇതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് ചിന്തിച്ച് സമയം കളയരുത്, ജസ്റ്റ് ഇക്വേഷൻ വാല്യൂ പുട്ട് ചെയ്യുക. ഓക്കെ. ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹോംവർക്കായിട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം ഇത്രയാണ് ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത്. ആ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ഷോർട്ട് കട്ട് കോൺസെപ്റ്റ് ജസ്റ്റ് പറഞ്ഞു. ആ കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള 4 ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ അടക്കം ആ 5 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മൈൻഡിലും ചിന്തിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കോൺസെപ്റ്റ് ഒന്ന് പക്കാവും. അതോടൊപ്പം ഞാൻ എൻ്റെ സജഷനായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സമയം കളയരുത്, ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈ ടൈപ്പ്, അതായത് ഇപ്പോൾ ഈ ബോയ്സോ നമ്മൾ ഈ ഹോസ്റ്റലിൽ കുട്ടികൾ വരുന്ന ടൈപ്പ് അല്ലാതെ മുമ്പ് ഞാൻ വേറെ ക്വസ്റ്റ്യൻ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്കിപ്പോൾ ഓർമ്മയില്ല. അപ്പം എന്താ ഒരു മാച്ച് സ്റ്റിക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ ടൈപ്പ്, അതായത് പുതിയ ടൈപ്പ് സെറ്റ് ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ പുതിയ സെറ്റ് ഓഫ് ഒരു സംഭവം വന്നതിന് ശേഷം ആവറേജ് കുറയുന്ന ഇത്തരം കേസുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പം ഇത്രയാണെന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ ജസ്റ്റ് കമൻറ്റ് ബോക്സിന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്തെടുക്കുക. ഓക്കെ. ദെൻ ഇത്തരം വീഡിയോസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓക്കെ, ബൈ.